നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഉൾപ്പെടെ ഉള്ളവരുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം സംബന്ധിച്ചുള്ള ആദ്യ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട ഇറാൻ. അപകടത്തിന് റിപ്പോർട്ട് പുറത്തുവിട്ട ഇറാൻ വരുമ്പോൾ അപകടത്തിന് പിന്നാലെ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. അന്വേഷണ സമിതിയുടെ പ്രാഥമിക കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. റിപ്പോർട്ട് പ്രകാരം അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ മുൻകൂട്ടി നിശ്ചയിച്ച പാതയിൽ തന്നെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. ഇവരുടെ ഫ്ലൈറ്റ് റൂട്ട് മാറിയിട്ടില്ല. അപകടമുണ്ടാകുന്നതിന് ഏകദേശം 1.5 മിനിറ്റ് മുൻപ് ഹെലികോപ്റ്ററിലെ പൈലറ്റ് പ്രസിഡന്റിനെ അകമ്പടിയാക്കിയെത്തിയ മറ്റ് 2 ഹെലികോപ്റ്ററുകളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. തകർന്നു വീണ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് സംശയാസ്പദമായ രീതിയിൽ വെടിയുണ്ടകളോ മറ്റ് സ്ഫോടന വസ്തുക്കളോ കണ്ടെത്തിയിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. മലയിൽ ഇടിച്ചു വീണ ഹെലികോപ്റ്റർ തീപിടിച്ച് കത്തുകയായിരുന്നു. ദുഷ്കരമായ ഭൂപ്രകൃതിയും മൂടൽമഞ്ഞും അതിശൈത്യവുമെല്ലാം തിരച്ചിലും രക്ഷാപ്രവർത്തനവും മണിക്കൂറുകളോളം വൈകാൻ കാരണമായി. ഡ്രോണുകളുടെ സഹായത്തോടെയാണ് അപകട സ്ഥലം കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചത്. വാച്ച് ടവറും ഫ്ലൈറ്റും ജീവനക്കാരും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും സംശയാസ്പദമായ രീതിയിൽ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണത്തിന് അടുത്ത ഘട്ടം ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിനുശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും അധികൃതർ വ്യക്തമാക്കി. അസർബൈജാനിലേക്ക് പോകുന്നതിനിടയിലാണ് റൈസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നത്. വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളഹിയാൻ, ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി മുഹമ്മദ് അലി അലെ ഹാഷിമും എന്നിവരും അപകടത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി തന്നെ റൈസിയുടെ ഖബറടക്കം, മറ്റ് 3 പേരുടെയും ഖബറടക്കം ജന്മനാട്ടിൽ കഴിഞ്ഞിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിലും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനമൊക്കെ തന്നെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മറ്റ് നാടുകളിലൊക്കെ തന്നെയും. ഏതായാലും റൈസിയുടെ ഖബറടക്കം നടന്ന ദിവസം തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇറാൻ വിവരങ്ങൾ പുറത്തുവിട്ടത്. എന്തായാലും ഇറാനും ഇപ്പോഴും പറയുന്നത് മറ്റ് അപകടം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അത്തരം രാഷ്ട്രങ്ങൾ ആക്രമിക്കുകയോ അങ്ങനെയൊന്നുമല്ല. ഇതൊരു അപകട മരണം തന്നെ എന്ന് തന്നെയാണ് ആദ്യ നിഗമനമെന്ന് തന്നെയാണ് ഇറാൻ പുറത്തുവിടുന്നത്.